السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومحبوبنا ومعشوقنا وقرة أعيننا وثمرة فؤادنا المصطفى محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമൈകാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വേദിയിൽ ഉപവിഷ്ടരായ ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ, മറ്റു ഉമറാക്കളെ, ഈ മഹത്തായ സദസ്സിൽ ഒത്തുകൂടിയിട്ടുള്ള ഈ നാട്ടിലെ ബഹുമാന്യരായ രക്ഷിതാക്കളെ, ഉമ്മപങ്ങന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതവിശ്വാസികൾക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ 1000 സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. മഹത്തുക്കളായ ബദരീങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മിലും ബന്ധപ്പെട്ടവരിലുമുള്ള മാനസികവും ശാരീരികവും പൈശാചികവുമായ എല്ലാ വിഷമതകളും അല്ലാഹു പരിഹരിച്ചു തരട്ടെ. ലോകത്ത് ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സമാധാനത്തോടെ, റാഹത്തോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ലോകത്തോട് വിട പറയുന്ന സമയത്ത് പൂർണ്ണമായ ഈമാനോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി
സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് കണ്ണടക്കാൻ അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ഈ മഹല്ലിന്റെ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ, നമ്മുടെ മശായിഖന്മാർ, ആലിമീങ്ങൾ, ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മെയും അവരെയും അള്ളാഹു സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസങ്ങളായി നടന്നു വരുന്ന ഈ നാട്ടിലെ നല്ലവരായി നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഐതിഹാസികമായ മതപ്രഭാഷണ സദസ്സിന്റെ സമാപന ദിവസത്തിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. ഈ പ്രദേശത്ത് ഈ നാട്ടിലെ നല്ലവരായ നിങ്ങൾ ഒരു വലിയ സുന്ദരമായ ചരിത്രം രചിക്കാൻ പോവുകയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്കും ഇനി ഖിയാമത്ത് നാൾ വരെ ഈ പ്രദേശത്ത് വരാനിരിക്കുന്ന എല്ലാ തലമുറകൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ മജ്ലിസുന്നൂർ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ സംഗമത്തിന് ഇവിടെ ഇന്ന് നാന്ദി കുറിക്കപ്പെടുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ സന്ന സുന്നതൻ ഹസനതൻ, ആരെങ്കിലും ഒരു നല്ല ചര്യ ഒരു നാട്ടിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രദേശത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ഫലഹു അജ്റുഹാ, ആരാണോ ആ നല്ല ചര്യ സ്ഥാപിച്ചതെങ്കിൽ അവർക്കതിന്റെ പ്രതിഫലമുണ്ട്. വ അജ്റു മൻ അമില ബിഹാ, സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ആരെല്ലാം ആ നന്മയെ ശിരസാവഹിക്കുന്നുണ്ടോ, നെഞ്ചേറ്റുന്നുണ്ടോ, അതിനെ പ്രയോഗവൽക്കരിക്കുന്നുണ്ടോ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു പ്രതിഫലം സ്ഥാപിച്ചവർക്കും ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅ, ഒരു മോശമായ ചര്യ ഒരു നാട്ടിൽ ഒരാൾ സ്ഥാപിച്ചു, എന്നാൽ ഫലഹു വിസ്റുഹാ, അതിന്റെ കുറ്റം, അതിന്റെ പാപഭാരം ആ സ്ഥാപിച്ചവനുണ്ടാകും. വവിസ്റു മൻ അമില ബിഹാ, സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ഖിയാമത്ത് നാൾ വരെ ആരെല്ലാം അതിനെ അനുധാവനം ചെയ്യുന്നുണ്ടോ, അനുകരിച്ചുകൊണ്ട് ആ തെറ്റ് ചെയ്യുന്നുണ്ടോ, അവർക്കും അവർ ചെയ്യുന്ന ആ പ്രവർത്തനത്തിന്റെ പാപത്തിന്റെ ഒരു ഭാരം, അതിന്റെ ഒരു അംശം സ്ഥാപിച്ചവർക്കും ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് വളരെ ആധികാരികമായിട്ട് പറയാൻ സാധിക്കും, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. മജ്ലിസുന്നൂർ എന്ന് പറയുന്ന ആത്മീയമായ സംഗമം, ആ നല്ല ചര്യ സുന്നതൻ ഹസന, ആ നല്ല ചര്യ ഈ നാട്ടിൽ സ്ഥാപിക്കാൻ നിങ്ങൾ മുൻകൈയെടുക്കുകയാണ്. നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ഇന്നതിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുമ്പോ ഇത് സ്ഥാപിച്ചു എന്ന പ്രതിഫലം നിങ്ങൾക്കുണ്ടാകും. മാത്രമല്ല, ഇത് സ്ഥാപിച്ച നിങ്ങൾ, ഇതിൽ പങ്കെടുത്ത ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് ലോകത്തോട് വിട പറയേണ്ടവരാണ്. പക്ഷേ നമ്മൾ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞാലും മജ്ലിസുന്നൂർ എന്ന് പറയുന്ന ഈ ആത്മീയ സംഗമം ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിൽ ഉണ്ടാകും. അത് ഉണ്ടാവണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിവിടെ നിലനിൽക്കുന്ന കാലത്തോളം അതിന് കാരണക്കാരായ, അതിന്റെ തുടക്കത്തിന് കാരണഭൂതരായ നമ്മളെല്ലാവർക്കും അതിന്റെ പ്രതിഫലം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം കൂടെ ഞാൻ തുറന്നു പറയുന്നു, നിങ്ങളുടെ ഈ മഹല്ലത്തിന്റെ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന രാവാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്നത്തെ രാവ്. കാരണം എന്താണെന്നറിയോ? മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം കേരളത്തിന്റെ ആത്മീയ ആചാര്യൻ മജ്ലിസുന്നൂർ ആത്മീയ സംഗമത്തിന് മുസ്ലിം കൈരളിക്ക് ഇജാസത്ത് കൊടുത്തപ്പോ അതുകൊണ്ട് ഒരുപാട് ലക്ഷ്യമാണ് മഹാനായ പാണക്കാട്ട് തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, മുന്നിൽ കണ്ടിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്
ഓരോ മജ്ലിസുൻ നൂറിലും തടിച്ചുകൂടുന്ന നൂറുകണക്കിന് ആളുകൾ ഒന്നിച്ചിരുന്നു കൊണ്ട് യാസീൻ ഓതുകയാണ്. മജ്ലിസുൻ നൂറിന്റെ സമാപനത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് കൂട്ടമായിരുന്നു കൊണ്ട് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യണമെന്നാണ് മഹാനായ ഹൈദർലി തങ്ങളുടെ നിർദ്ദേശം. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആർക്കു വേണ്ടിയാണ് യാസീൻ? നൂറുകണക്കിന് ആളുകൾ ഒന്നിച്ചിരുന്നു കൊണ്ട് പാരായണം ചെയ്യപ്പെടുന്ന യാസീൻ ആർക്കാ? നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ, നമ്മെ നമ്മളാക്കിയ, നമ്മുടെ കാര്യത്തിൽ മനസ്സ് വേദനിച്ച നമ്മുടെ ഉപ്പാപ്പമാർ, നമ്മുടെ ഉമ്മാമ്മമാർ, നമ്മുടെ ആലിമീങ്ങൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, സ്നേഹിതന്മാർ, അവർ ഈ സമയത്ത് നമ്മുടെ മഖ്ബറയുടെ ശൂന്യതയിൽ മീസാൻ കല്ലിന്റെ താഴെ കുറ്റിച്ചെടികൾക്ക് താഴെ കടന്നുറങ്ങുകയാണ്. അവരെ വിസ്മരിച്ചുകൊണ്ട്, അവരെ മറന്നുകൊണ്ട് ഒരു ദിവസം പോലും കടന്നുറങ്ങാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് സാധിക്കില്ല. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെ വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. ഈ മഹത്തായ നഗരി ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നതിന് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ഈ നാട്ടിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരു മഹാമനീഷിയുടെ പേരിലാണ് ബഹുമാനപ്പെട്ട കുട്ടിയാലി ഹാജി. അള്ളാഹു അവിടത്തേക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അങ്ങനെ ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ എത്രയോ ആളുകൾ ഇന്ന് ഖബറിന്റെ ശൂന്യതയിലാണ്. അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രസന്റേഷൻ, അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അവർക്ക് വേണ്ടിയുള്ള ദുആയാണ്. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു ഹദിയ നമ്മൾ കൊടുക്കണം. ഫാത്തിഹ ഓതി നമ്മൾ ദുആ ചെയ്യാറുണ്ട്, യാസീൻ ഓതി ദുആ ചെയ്യാറുണ്ട്. മജ്ലിസുൻ നൂറിന്റെ സമാപനത്തിൽ നൂറുകണക്കിന് യാസീൻ ഓതിയിട്ട് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ഓരോരുത്തരുടെ പേരിലും നമ്മൾ ഹദിയ ചെയ്തിട്ട് ദുആ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർക്കുണ്ടാകുന്ന ആഹ്ലാദത്തിന് അതിരില്ല, അവർക്കുണ്ടാകുന്ന സന്തോഷത്തിന് അതിരില്ല. അത് എത്രയാണെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കില്ല. കാരണം ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നവരാണ്. അതിന്റെ മഹത്വവും അതിന്റെ വിലയും അതിന്റെ ആഹ്ലാദവും മനസ്സിലാക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഖബറിൽ പോയി കിടക്കണം. എന്നിട്ട് ഈ നാട്ടിൽ നിന്ന് മജ്ലിസുൻ നൂറിന്റെ സമാപനത്തിൽ നൂറുകണക്കിന് യാസീൻ ഓതിയിട്ട് നമ്മുടെ പേരിൽ ഹദിയ ചെയ്യപ്പെടണം. അപ്പോഴേ നമുക്കതിന്റെ ആഹ്ലാദം അനുഭവിക്കാൻ സാധിക്കൂ. ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് അറിയില്ല, മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയതെന്താ? ഒരു മരണപ്പെട്ട മനുഷ്യൻ അൽ മയ്യിത്തു ഫിൽ ഖബരി കൽ മുതഗവ്വിസി ഫിൽ ബഹർ, ഒരു മനുഷ്യൻ തന്റെ ഖബറിൽ കിടക്കുന്നത് വെള്ളത്തിൽ നീന്തലറിയാത്ത, നീന്തൽ വശമില്ലാത്ത ഒരു മനുഷ്യൻ അകപ്പെട്ടതുപോലെയാണ്. എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടിയാൽ അതിൽ പിടിച്ചുകൊണ്ട് കരപറ്റാമായിരുന്നു, രക്ഷപ്പെടാമെന്നായിരുന്നു എന്നാഗ്രഹിക്കുന്ന നീന്തൽ വശമില്ലാത്ത ഒരു മനുഷ്യൻ നീർക്കയത്തിൽപ്പെട്ട്, ജലാശയത്തിൽപ്പെട്ട്, വെള്ളത്തിൽപ്പെട്ട് മുങ്ങിത്താഴുന്നവനെ പോലെയാണ് അൽ മയ്യിത്തു ഫിൽ ഖബരി, ഒരു ഖബറിൽ കിടക്കുന്ന മയ്യിത്ത്. എന്താണ് അവൻ ആഗ്രഹിക്കുന്നത്? നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറിൽ കിടക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്താ? പടച്ചോനെ, എന്റെ ബാപ്പയുണ്ടല്ലോ ജീവിച്ചിരിക്കുന്നു, എന്റെ മക്കളുണ്ടല്ലോ ജീവിച്ചിരിക്കുന്നു, എന്റെ സഹോദരങ്ങൾ, എന്റെ കൂട്ടുകുടുംബങ്ങൾ, എന്റെ സ്നേഹിതന്മാർ, എന്റെ സഹോദരങ്ങൾ, എന്റെ കൂടെ നടന്നവർ, എന്റെ കൂടെ കളിച്ചുല്ലസിച്ച് നടന്നിരുന്നവർ, അവർ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അല്ലാ, അവർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഹദിയ ചെയ്തെങ്കിൽ, ഒരു 10 രൂപ എന്റെ പേരിൽ സംഭാവന ചെയ്തെങ്കിൽ, എനിക്ക് വേണ്ടി ഒന്ന് ഫാത്തിഹ ഓതിയിരുന്നുവെങ്കിൽ, എന്റെ അടുക്കൽ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് വന്നിട്ടൊന്ന് സലാം പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഓരോരുത്തരും ആഗ്രഹിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ ആ ഹദിയ അങ്ങ് കൊടുക്കുമ്പോഴേക്ക്, നമ്മളൊരു സലാം അങ്ങ് സമർപ്പിക്കുമ്പോഴേക്ക്, നമ്മൾ അവരുടെ പേരിൽ ഒരു സ്വതക്ക അങ്ങ് കൊടുക്കുമ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഖൈറുൽ ലഹു മിനദ് ദുനിയാ വമാ ഫീഹാ. ആ മനുഷ്യന് ലോകം മുഴുവൻ കാൽ കീഴിൽ, ലോകം മുഴുവനും ലഭിച്ചതിനേക്കാളും വലിയ സന്തോഷമായിരിക്കും, ലോകം മുഴുവനും അവന്റെ കാൽ കീഴിൽ വന്നതിനേക്കാളും വലിയ സന്തോഷമായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങളെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഈ നാട്ടിലെ മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തുടങ്ങി വെക്കുന്ന ഏറ്റവും വലിയ അമലാണ് മജ്ലിസുൻ നൂറിന്റെ സദസ്സ്. മാത്രാണോ? ഇപ്പറയുന്ന ഞാനും നിങ്ങളും മരണപ്പെട്ടു പോകൂലേ?
ഇത് സ്ഥാപിക്കുന്ന, ഇതിനു വേണ്ടി മുൻകൈയെടുത്തിട്ട് ഈ മഹത്തായ പ്രവർത്തനം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി എല്ലാ രീതിയിലും പരിശ്രമിച്ച നിങ്ങളും ഖബറിൽ പോയി കിടക്കുമ്പോ ഓരോ മാസം ഇവിടെ മജ്ലിസുൻ നൂറിന്റെ സമാപനത്തിൽ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യുമ്പോ അതിന്റെ ഫലം നിങ്ങൾക്കും ലഭിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും, ജീവിച്ചിരിക്കുന്നവർക്കാവട്ടെ പറയണ്ട, എന്തിനാണ് മജ്ലിസുൻ നൂർ, മഹാനായ പാണക്കാട്ട് തങ്ങൾ എന്തിനാണ് മജ്ലിസുൻ നൂറിന് ആഹ്വാനം ചെയ്തതെന്നറിയോ? ഒരു മുഅ്മിനായ മനുഷ്യന്റെ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നറിയോ? ലോകത്തോട് വിട പറയുന്ന സമയത്ത് പൂർണ്ണമായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയലാണ്. അതിനാണ് അല്ലാഹു നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ ഏറ്റവും ഗൗരവതരമായ ആയത്താണെന്ന് പറഞ്ഞുകൊണ്ട് മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്ന, വിശദീകരിക്കുന്ന ഒരു വചനമുണ്ട്, ആയത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഏതാണ് ആ ആയത്ത്? നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ആയത്താണ്, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ആയത്താണ്. നിക്കാഹിന്റെ ഖുതുബകളിലും ഉസ്താദുമാരുടെ പ്രഭാഷണ സദസ്സുകളിലും നമ്മുടെ കർണക്കുടങ്ങളിൽ അലയടിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു ആയത്താണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട്, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണേ. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ലോകത്ത് ജീവിക്കലാണ് തഖ്വ. അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് ജീവിതത്തിൽ പകർത്തലാണ് തഖ്വ. അല്ലാഹു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്ന് വിട്ടുനിൽക്കലാണ് തഖ്വ. അങ്ങനെ തഖ്വയോടെ നിങ്ങൾ ജീവിക്കണേ. ഹഖ്ക തുഖാതിഹി, തഖ്വ ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങൾ തഖ്വ ചെയ്യണം. എല്ലാ അർത്ഥത്തിലും തഖ്വയുണ്ടാവണം. എന്നിട്ട് അല്ലാഹു പറയുന്നൊരു വാക്കുണ്ട്. അല്ലാഹു പറയാണ്, എനിക്ക് ഒറ്റ കാര്യങ്ങളോട് പറയാനുള്ളൂ, അതേറ്റവും ഗൗരവമുള്ള കാര്യമാണ്. അതിനു വേണ്ടിയാണ് ലോകത്ത് മഹത്തുക്കളായ അമ്പിയാ കടന്നു വന്നത്. അത് പറയാൻ വേണ്ടിയാണ് ലോകത്ത് കഴിഞ്ഞുപോയ ലക്ഷക്കണക്കിന് ഔലിയാവും ലോകത്ത് പണിയെടുത്തത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ ലോകത്തോട് വിട പറയുന്ന ഒരു സമയമുണ്ട്. എല്ലാവരും എത്ര വലിയ ധനികനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും സമ്പത്തിന്റെ ബലബലത്തിൽ ജീവിച്ചവനാണെങ്കിലും എല്ലാവരും ലോകത്തോട് വിട പറയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് മുഅ്മിനേ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോവരുത്. നിങ്ങൾ ലോകത്തോട് എപ്പോൾ വിട പറഞ്ഞാലും ഒരുപക്ഷേ ബാല്യത്തിലാവാ, അല്ലെങ്കിൽ കൗമാരത്തിലാവാ, അല്ലെങ്കിൽ യൗവനത്തിലാവാ, അല്ലെങ്കിൽ മധ്യവയസ്കതയിലാവാ, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലാവാ, ആരോഗ്യമുള്ള സമയത്താവാ, രോഗശയ്യയിൽ വെച്ചാവാ, ഏത് സമയത്താണെങ്കിലും ലോകത്തോട് വിട പറയുന്ന ഒരു സമയമുണ്ട്. മരണത്തിന്റെ ഒരു സമയമുണ്ട്. അത് ഒരു തവണ മാത്രമേ ഉള്ളൂ. രണ്ടാമതൊരു മരണമില്ല. രണ്ടാമതൊരു മരണമുണ്ടായിരുന്നുവെങ്കിൽ ഒന്നാമത്തെ മരണത്തിൽ സംഭവിച്ച ഫാൾട്ടുകളും വീക്ക്നെസ്സുകളും നമുക്ക് പരിഹരിക്കാമായിരുന്നു രണ്ടാമത്തെ മരണത്തിൽ. പക്ഷേ രണ്ടാമതൊരു മരണമില്ല. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒറ്റ മരണമേ നിങ്ങൾക്കുള്ളൂ. അത്
അന്തസ്സുള്ളതാക്കി മാറ്റാൻ സാധിക്കണം, അത് ഇസ്സത്തുള്ളതാക്കി മാറ്റാൻ സാധിക്കണം. ആ മരണം ഈമാനോടെയാവാൻ ശ്രദ്ധിക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഇത് പറയാൻ സുഖമാണ്, ഇത് പറയാൻ എളുപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുവായ എനിക്കും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ ഖുർആനിൽ ഇതിനേക്കാളും ഗൗരവമുള്ള ഒരു ആയത്ത് വേറെയില്ല. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു അല്ലാഹ് എങ്ങനെ പറയണത്? വലാ തമൂതുന്ന, തീർച്ചയായും നിങ്ങൾ മരിക്കരുത്. തഅക്കീദിന്റെ നൂൻ വെച്ചിട്ടാ പറഞ്ഞത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിംകളായിട്ടല്ലാതെ. എന്തേ? മുസ്ലിമായിട്ട് മരിച്ചാലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ദുനിയാവെന്ന് മരിച്ചുകൊണ്ട് കാര്യമല്ലല്ലോ, മരണത്തോടുകൂടെയാണല്ലോ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. ഇപ്പൊ ഞാനും നിങ്ങളും ഒരു ബസ് സ്റ്റോപ്പിലാണ്, വാഹനം കാത്തു നിൽക്കുകയാണ്. സയ്യിദുനാ അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കഥ എവിടെ എത്തിയോ അവിടെ കഥ നിർത്തിയിട്ട് ബസ് കയറേണ്ടവരാ നമ്മള്, മരണമെന്ന വാഹനത്തിൽ കയറേണ്ടവരാണ് നമ്മള്. അത് സമയം പ്രശ്നമല്ല, പ്രായം പ്രശ്നമല്ല, അതുപോലെ തന്നെ ആഘോഷം വിഷയമല്ല. ഏത് സമയത്തും ഏത് സ്ഥലത്തേക്കും കടന്നു വരുന്ന പ്രതിഭാസമാണ് മരണമെന്ന് പറയുന്നത്. നമ്മൾ ഇടത്താവളത്തിൽ ജീവിക്കുകയാണ്, ഒരു ബസ് സ്റ്റോപ്പിൽ മാത്രമാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമുക്ക് മരണത്തിലേക്ക് പോകണം. മരണത്തോടുകൂടെയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. മരണത്തോടുകൂടെയാണ് ആഖിറം ആരംഭിക്കുന്നത്. മരണം വരെ ദുനിയാവാണ്, മരണം വരെ ദുനിയാവാണ്. ദുനിയാവ് നിസാരമാണ്, ക്ഷണികമാണ്, നശ്വരമാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ കർണപുടങ്ങളിൽ വന്നലേടിക്കുന്ന പ്രധാനപ്പെട്ട വചനമില്ലേ? ജുമുഅ ദിവസം നമ്മുടെ ഇമാമുമാർ ജുമുഅ നമസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുമ്പോ പാരായണം ചെയ്യുന്ന സൂറത്തിൽ നമ്മോട് വിളിച്ചു പറയുന്ന മനോഹരമായ ഒരു വചനമില്ലേ? വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, വൽ ആഖിറതു, ആഖിറമാണ്, ഖൈറുൻ, ഏറ്റവും ഉത്തമമായത്. എന്താ അതിന്റെ അർത്ഥം? ആഖിറം ഏറ്റവും ഉത്തമമായതാണെന്ന് പറഞ്ഞാൽ ദുനിയാവ് ഖൈറല്ല, ആഖിറം ഖൈറാണ്, ദുനിയാവ് ഖൈറല്ല. വഅബ്ഖാ, ആഖിറമാണ് എന്നെന്നും അവശേഷിക്കുന്നത്. ദുനിയാവ് നശ്വരമാണ്, ദുനിയാവ് ക്ഷണികമാണ്. ഒരു കുട്ടി പ്രസവിക്കപ്പെടുന്ന സമയത്ത്, ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വീഴുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താണ്? വലത് കാതിൽ ബാങ്ക് വിളിക്കണം, ഇടത് കാതിൽ ഇഖാമത്ത് വിളിക്കണം. എന്തിനാണ് ഈ ബാങ്കും ഇഖാമത്തും? അത് കുട്ടിക്ക് സ്റ്റഡി ക്ലാസ് കൊടുക്കുകയാണ്. മോനെ, നീ ദുനിയാവിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്, എന്നാൽ ഇത് എക്കാലവും വസിക്കാനുള്ള ഭവനമല്ല, ഇത് എന്നെന്നും കഴിഞ്ഞുകൂടാനുള്ള ലോകമല്ല. വലത്തെ കാതിൽ ബാങ്ക് വിളിക്കുന്നു, ഇടത്തെ കാതിൽ ഇഖാമത്ത് വിളിക്കുന്നു. ഇഖാമത്തിന്റെ സമയത്ത് നമ്മൾ പറയുന്ന ഒരു വചനമുണ്ട്, ഖദ് ഖാമത്തിസ് സ്വലാ, ഖദ് ഖാമത്തിസ് സ്വലാ, നിസ്കാരത്തിന് സമയമായിട്ടുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? എന്തിനാണ് പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചെവിയിൽ ഖദ് ഖാമത്തിസ് സ്വലാ എന്ന് പറയുന്നത്? നിസ്കാരത്തിന് സമയമായിട്ടുണ്ടെന്ന് പറയുന്നു, നിസ്കാരം ആരംഭിക്കുകയാണെന്ന് പറയുന്നു. എവിടെയാണ് അവിടെ നിസ്കാരം? ഇഖാമത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നിസ്കാരം ഉണ്ടോ? പ്രസവിക്കപ്പെട്ട ഉടനെ ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ ഖദ് ഖാമത്തിസ് സ്വലാ? എന്തിനാണ് കുട്ടിയുടെ ചെവിയിൽ ഈ ഇഖാമത്തിന്റെ വചനം പറയുന്നത്? മഹാന്മാരായ ഉലമാ പറയുന്നു, അദാനുൽ മർഇ ഹീന തുഫിലു യഅതി وتأخير الصلاة إلى الممات دليل أن محياه قليل كما بين الأذان إلى الصلاة. ഒരു കുട്ടി പ്രസവിക്കപ്പെട്ട് ഭൂമിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് കൊടുക്കപ്പെടുന്ന ബാങ്കുണ്ടല്ലോ, അദാനുൽ മർഇ ഹീന തുഫിലു യഅതി,
വതഖീറു സ്വലാത്തി ഇലൽ മമാതി. അത് എന്തിലേക്കുള്ള സൂചനയാണെന്നറിയോ? ഖദ് ഖാമത്തിസ് സ്വലാ, നിസ്കാരത്തിന് സമയമായിട്ടുണ്ടെന്ന് പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചെവിയിൽ പറയുന്നത് ഏത് നിസ്കാരത്തെ പറ്റിയാണ്? ഏത് നിസ്കാരത്തെ പറ്റിയാ? അത് ഈ കുട്ടി ഇനി എപ്പോഴാണോ ലോകത്തോട് ഇവിടെ പറയുന്നത്, മഹാനായ മലക്കുൽ മൗത്ത് സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് എപ്പോഴാണോ റൂഹ് പിടിക്കുന്നത്, റൂഹ് പിടിച്ച ഉടനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ജനാസ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി ജനാസ നമസ്കരിക്കുന്നു. ആ ജനാസ നമസ്കരിക്കുന്നതിന്റെ മുമ്പ് ബാങ്ക് വിളിക്കാറില്ല, ഇഖാമത്തുമില്ല. ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ജനാസ നിസ്കാരം ഫർളല്ലേ? ഫർള് നിസ്കാരമല്ലേ? മയ്യത്ത് കൊണ്ടുവന്ന് മിഹ്റാബിന്റെ അടുത്ത് കൊണ്ടുവച്ചാൽ ഇമാമ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, ഇനി ആരെങ്കിലും വരാൻ ബാക്കിയുണ്ടോ? ആരെങ്കിലും വുളു എടുത്തിട്ട് കയറാൻ ബാക്കിയുണ്ടോ? ഉണ്ട് ഉസ്താദെ, 2 ആള് ബാക്കിയുണ്ട്. എന്നാ കേറിക്കഴിഞ്ഞാ പറയണേ. കേറിക്കഴിഞ്ഞോ? കഴിഞ്ഞു. എന്നാ നിസ്കാരം തുടങ്ങല്ലേ? മുഅദ്ദിനോട് ബാങ്ക് കൊടുക്കാൻ പറയോ ഉസ്താദ്? ഇഖാമത്ത് കൊടുക്കാൻ പറയോ? ഫർള് നിസ്കാരമല്ലേ? എന്തേ ബാങ്കും ഇഖാമത്തും കൊടുക്കാത്തത്? കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് നേരത്തെ കൊടുക്കപ്പെട്ടു കഴിഞ്ഞു. എപ്പോ? ഈ മനുഷ്യൻ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന ദിവസം വലത് കാതിൽ കൊടുക്കപ്പെട്ട ബാങ്ക്, ഇടത് ചെവിയിൽ കൊടുക്കപ്പെട്ട ഇഖാമത്ത്, അതിന്റെ നിസ്കാരമാണ് ഈ ജനാസ നമസ്കാരം. അതുകൊണ്ട് ഇനി വേറെ ബാങ്കിന്റെ ഇഖാമത്തിന്റെ ആവശ്യമില്ല. എന്താണത് സൂചിപ്പിക്കുന്നത്? ദലീലുൻ അന്ന മഹയാഹു ഖലീലു കമാ ബൈനൽ അദാനി ഇലസ്സലാത്തി. ബാങ്കിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിൽ എത്ര ഗ്യാപ്പാണുള്ളത്, അത്രയും വിടവ് മാത്രമേ, അത്രയും ഗ്യാപ്പ് മാത്രമേ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ളൂ എന്നതിലേക്കുള്ള വ്യക്തമായ തെളിവാണ്, ദൃഷ്ടാന്തമാണ് പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ കാതിൽ കൊടുക്കപ്പെടുന്ന ബാങ്കും ഇഖാമത്തുമെന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ദുനിയാവ് ക്ഷണികമല്ലേ? വൽആഖിറതു ഖൈറു വഅബ്ഖാ. ആഖിറമാണ് എന്നെന്നും അവശേഷിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കളൊന്നും ദുനിയാവിന് വില കൽപ്പിക്കാതിരുന്നത്. ലോകത്ത് കഴിഞ്ഞു പോയ ഔലിയാക്കളൊന്നും തന്നെ ദുനിയാവിന് വില കൽപ്പിക്കാതിരുന്നത്. ആത്യന്തികമായ ലക്ഷ്യം ആഖിറമാണ്. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം മടക്ക സ്ഥലം എന്ന് പറയുന്നത് ആഖിറമാണ്. അതിലേക്ക് അധ്വാനിക്കാൻ വേണ്ടിയാണ് മഹത്തുക്കളായ അമ്പിയാക്കളും ഔലിയാക്കളും നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആഖിറം രക്ഷപ്പെടണം. ആഖിറം രക്ഷപ്പെടണമെങ്കിൽ ആഖിറത്തിലേക്കുള്ള കവാടമാണ് മരണം എന്ന് പറയുന്നത്. ആ മരണം രക്ഷപ്പെടണം. മരണം രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തത്തോടെ ലോകത്തോട് വിട പറയാൻ സാധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ലോകത്തോട് വിട പറയാൻ സാധിക്കണം. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ദീപ്തമായ സ്മരണകൾ അയവിറക്കിക്കൊണ്ടാണ് നിങ്ങൾ ഇവിടെ മഹത്തായ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചയിസ്തരം വിളിച്ചു പറഞ്ഞുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ വ്യക്തിത്വമാണ്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ മഹത്തുക്കളായ ആലിമീങ്ങളുടെയും മശായിഖന്മാരുടെയും കൂടെ നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അവരൊക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരു ആഖിബത്തുണ്ട്, മരണമുണ്ട്. ആ മരണം വരിക്കാനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. മജ്ലിസുൻ നൂറിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നറിയോ? ഇൻഷാ അല്ലാഹ് ഇവിടെ തുടങ്ങിയത് മുതൽ, ഇവിടുന്ന് ഇതിന് ഉദ്ഘാടന കർമ്മം തുടങ്ങിയത് മുതൽ ഇനി ഉസ്താദുമാർ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ തന്നുകൊണ്ടിരിക്കും. മജ്ലിസുൻ നൂറിലെ എല്ലാ ബൈത്തും ഒരു തവണയാണ്. ഒരു ബൈത്ത് മാത്രം അവസാന ഭാഗത്ത് ഒരു ബൈത്ത് മാത്രം 3 തവണ ആവർത്തിക്കണമെന്നാണ് മഹാനായ ഹൈദർലി തങ്ങളുടെ ഇജാസത്ത്. ഏതാണ് ആ ബൈത്ത് എന്നറിയോ? യസ്ർ സകറാത്തിൽ യാ
توميت دين المنزيا يا من بقيعا هاويا قني دواما يا الله يسر سكرات الليا توميت دين المنزيا يا من بقيعا هاويا قني دواما يا الله يسر سكرات الليا അല്ലാഹുവേ എന്റെ സക്കറാത്ത് എളുപ്പമാക്കണേ അല്ലാഹ് എന്റെ മരണം എളുപ്പമാക്കണേ അല്ലാഹ് എന്റെ മരണവേദന ലഘുവാക്കണേ അല്ലാഹ് മജ്‌ലിസുൻ നൂറിന്റെ ആത്യന്തികമായ ലക്ഷ്യം ആഖിബത്ത് നന്നാവലാണ് ദുനിയാവൊക്കെ പിന്നെ അങ്ങോട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ് ആത്യന്തികമായ ലക്ഷ്യം ആഖിബത്ത് നന്നാവലാണ് അല്ലാഹുവേ എന്റെ സക്കറാത്ത് എളുപ്പമാക്കി തരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിഅമത്ത് എന്താ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താ ദുനിയാവിൽ മരിക്കുന്ന സമയത്ത് ഹിദായത്ത് കൊടുക്കലല്ലേ ഇനി അതിനേക്കാളും വലിയ നിഅമത്ത് വേറെന്താ പടച്ച റബ്ബ് കൊടുക്കാനുള്ളത് സമ്പത്തോ ആരോഗ്യമോ സൗന്ദര്യമോ അധികാരമോ ഒന്നുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ദുനിയാവിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഹിദായത്താണ് ആ ഹിദായത്തോടുകൂടി മരിക്കാൻ സാധിക്കണം അതിനല്ലേ നമ്മൾ എല്ലാ നിസ്കാരത്തിലും ദുആ ചെയ്യുന്നത് ഓരോ റക്അത്തിലും നമ്മൾ ദുആ ചെയ്യുന്നത് ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമല്ലേ ഫാത്തിഹ സൂറത്തിൽ ഒറ്റ ദുആ മാത്രമേ ഉള്ളൂ ഏതാണ് ആ ദുആ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം അല്ലാഹുവേ ഹിദായത്ത് നിലനിർത്തി തരണം മുസ്തഖീമായ വഴിയിൽ ചേർത്ത് തരണം നമുക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ലേ നമ്മൾ മുസ്ലിംകളല്ലേ പിന്നെ എന്തിനാ ഹിദായത്ത് ചോദിക്കുന്നത് ഇത് നഷ്ടപ്പെട്ടു പോകാൻ പറ്റൂല ഇത് ഇടയ്ക്ക് വെച്ച് കൈവിട്ടു പോകാൻ പറ്റൂല ഇത് കളഞ്ഞു കുളിക്കാൻ പാടില്ല ഈ ഹിദായത്ത് എന്ന് പറയുന്ന അത്ഭുതകരമായ അല്ലാഹുവിന്റെ നിഅമത്ത് മരിക്കുന്നത് വരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം നമ്മുടെ മനസ്സിലുണ്ടാവണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എത്രയോ ആളുകൾ മുസ്ലിമായി ജനിക്കുന്നുണ്ട് പക്ഷേ മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോയിട്ട് സുബ്ഹാനല്ലാഹ് ഈമാൻ ഇല്ലാതെ മരണപ്പെട്ടു പോകുന്നു ജനിച്ചത് മുസ്ലിമായിട്ടാണ് മുസ്ലിം കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ് പിന്നെ സാഹചര്യങ്ങൾ അവനെ മോശമാക്കി സാഹചര്യങ്ങൾ അവനെ മലിനമാക്കി അങ്ങനെ അവസാനം അതാ ഈമാനില്ലാതെ ഹിദായത്തില്ലാതെ മരിച്ചു പോകുന്ന അവസ്ഥ എത്രയോ നമ്മൾ കാണുന്നില്ലേ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഹിദായത്ത് ലഭിക്കുകയും ഹിദായത്തോടുകൂടി ലോകത്തോട് വിട പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതിനുവേണ്ടി ദുആ ചെയ്യാനല്ലേ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് അതിനുവേണ്ടി ദുആ ചെയ്യാനല്ലേ പറഞ്ഞത് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹഖനി ബിസ്സാലിഹീൻ ആകാശഭൂമികളുടെ സംവിധായകനായ സ്രഷ്ടാവായ അല്ലാഹുവേ അൻത വലി ഫിദ്ദുനിയാ വൽ ആഖിറ ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എൻ്റെ വലിയ നീയാണ് എൻ്റെ സംരക്ഷകൻ നീയാണ് എൻ്റെ രക്ഷിതാവ് തവഫനി മുസ്ലിമ നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം മുസ്ലിമായിട്ട് മരിപ്പിക്കണം വഅൽഹഖനി ബിസ്സാലിഹീൻ സ്വാലിഹീങ്ങളുടെ കൂടെ അല്ലാഹുവേ എന്നെ ചേർത്ത് തരികയും വേണം എപ്പോഴും നമ്മുടെ ഖൽബിലുണ്ടാവേണ്ട നമ്മുടെ വായിലുണ്ടാവേണ്ട നാവിൽ നിന്ന് നിർഗളിക്കേണ്ട ദുആയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഏത് ദുആ നമ്മൾ വിട്ടുപോയാലും ഈ ദുആ നമ്മൾ വിട്ടുപോകരുത് നിരന്തരം ദുആ ചെയ്യണം അങ്ങനെ ദുആ ചെയ്തവരൊക്കെ ലോകത്തെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ നിരന്തരം ദുആ ചെയ്യണം ആഖിബത്താണ് നമ്മുടെ വിഷയം മരണമാണ് നമ്മുടെ വിഷയം മരിക്കുന്ന സമയത്ത് അന്തസ്സോടെ പൂർണ്ണമായ ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് സാധിക്കണം ഈ പറയുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ നമ്മൾ എങ്ങനെയാ മരിക്കാൻ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ ആഖിബത്ത് എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ പറ്റുമോ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം സഹോദരിമാരോട് ഞാൻ പറയാണ് ഏത് ദുആ വിട്ടുപോയാലും ആഖിബത്തിനെ മറന്നു പോകരുത് അന്ത്യം നന്നാവാൻ ആഖിബത്ത് നന്നാവാൻ നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം അതിനുള്ള ഒരു വേദിയാണ് മജ്‌ലിസുൻ നൂറിന്റെ വേദി എന്താണ് അതിന്റെ ജവാബ്
يسر سكرات الليا تميت دين المنجيا يا من بقيعا هاويا قني دواما يا الله ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ദാഹം മൗത്തത് കൂട്ടിടും, മരിക്കുന്ന സമയത്ത് കലശലായ ദാഹമുണ്ടാകും. ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഒരു സമുദ്രത്തിലെ വെള്ളം മുഴുവനും കുടിച്ചു തീർക്കാനുള്ള ദാഹം ഉണ്ടാകുന്നതാണ് ആ സമയത്ത്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആ സമയത്ത് ഇബ്ലീസ് കൂസിനെ കാട്ടിടും, ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് വന്നിട്ട് പാനപാത്രം കാണിച്ചു തരും, കുടിച്ചോളൂ, ഞാൻ വെള്ളം തരാം. പക്ഷെ ഒരു ഡിമാൻഡ്. എന്താണ് ഡിമാൻഡ്? നിനക്ക് ദാഹിക്കുന്നുണ്ടല്ലേ, നിനക്ക് വെള്ളം വേണമല്ലേ, ഞാൻ വെള്ളം തരാം. പക്ഷേ ഒരു ഡിമാൻഡ്. എന്താണ് ഡിമാൻഡ്? ഞാൻ റബ്ബാണെന്ന് പറയണം, ഞാൻ ഇലാഹാണെന്ന് പറയണം, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം തരാം. വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടമാണത്, വല്ലാത്തൊരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടമാണത്. ആരാണ് ഇബ്ലീസ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല, യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ. നമ്മുടെ ബദ്ധവൈരിയായ ആത്യന്തിക ശത്രുവായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സംരക്ഷകന്റെ റോളിൽ കടന്നു വരികയാണ്. മരിക്കുന്ന സമയത്ത് വെള്ളം തരുമെന്ന് പറഞ്ഞിട്ട് ഈമാന് പോക്കറ്റടിക്കാൻ ആ സമയത്ത് നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. അല്ലാഹുവേ, ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ലഅനത്താക്കപ്പെട്ട ശപിക്കപ്പെട്ട ഇബ്ലീസിനെ ആട്ടിയോടിക്കാൻ എനിക്ക് നീ തൗഫീഖ് തരണമേ അല്ലാഹ്. ഇതാണ് മജ്ലിസുൻ നൂറിന്റെ സദസ്സിൽ നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ ഒന്നിച്ചിരുന്നു കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നത്. അപ്പൊ മജ്ലിസുൻ നൂർ മുഅ്മിനീങ്ങളെ ആഖിബത്ത് നന്നാവാനുള്ള മജ്ലിസാണ്, അന്ത്യം നന്നാവാനുള്ള മജ്ലിസാണ്. നമ്മുടെ മഹത്തുക്കളായ ആലിമീങ്ങൾ ലോകത്തോട് വിട പറഞ്ഞതുപോലെ, മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ വിട പറഞ്ഞതുപോലെ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ലോകത്തോട് വിട പറഞ്ഞതുപോലെ, പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞതുപോലെ, അന്തസ്സോടെ ലോകത്തോട് വിട പറയാനുള്ള ആത്മീയ സംഗമമാണ് മജ്ലിസുൻ നൂറിന്റെ സദസ്സ്. ഇത് നഷ്ടപ്പെടുത്തരുത്. ഇവിടെ നിന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം, ഇൻഷാ അല്ലാഹ് ഓരോ മാസവും ഇവിടെ മജ്ലിസുൻ നൂർ നടക്കുമ്പോ എന്ത് തിരക്കുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ മജ്ലിസുൻ നൂറിൽ പങ്കെടുക്കും. എന്തിന്? അതെന്റെ ആഖിറം രക്ഷപ്പെടുത്താനുള്ള സദസ്സാണ്, അതെന്റെ ആഖിറത്ത് നന്നാകാനുള്ള മജ്ലിസാണ്. ആ മരണത്തിന്റെ സമയത്ത് എത്രയെത്ര ആലിമീങ്ങളാണ് പരീക്ഷണം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ, വലിയ വലിയ ഔലിയാക്കൾ പോലും, വലിയ വലിയ ആരിഫീങ്ങൾ പോലും, ലോക ചരിത്രത്തിലെ അത്ഭുത പ്രതിഭകൾ പോലും മരിക്കുന്ന സമയത്ത്, അതാ സക്കറാത്തിന്റെ സമയത്ത് വലിയ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയില്ലേ? പിന്നെയുണ്ടോ സാധുക്കളായ ഞാനും നിങ്ങളും? നിങ്ങൾക്കറിയില്ലേ, മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ആരാണ് അബൂ ഹനീഫ തങ്ങൾ? ഒരു കാലഘട്ടത്തിന്റെ അത്ഭുതമാണ്, ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമാണ്. മഹാനായ അബൂ ഹനീഫ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ അബൂ ഹനീഫ തങ്ങളാണ്. ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനാണ് മഹാനായ അബൂ ഹനീഫ തങ്ങൾ. വഫാത്തിന്റെ സമയത്ത്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സക്കറാത്തിന്റെ സമയത്ത് രോഗശയ്യയിൽ കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് ശിഷ്യഗണങ്ങൾ ചുറ്റും കൂടിയിരിക്കുന്നുണ്ട്. സക്കറാത്തിന്റെ സമയമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? ഒരു മനുഷ്യൻ മരണമാസന്നമായെന്ന് കണ്ടാൽ ലഖിനൂ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലഖിനൂ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ഇന്ന് മരണമാസന്നമായവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തിട്ട് അതൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശിഷ്യഗണങ്ങൾ മഹാനായ അബൂ ഹനീഫ തങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നു. ഉസ്താദല്ലേ, ചൊല്ലിക്കൊടുക്കുന്നു.
ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നു. മഹാനായ അബൂ ഹനീഫ തങ്ങൾ പറയാനത് കേൾക്കുമ്പോ ലാ അഖൂലുഹാ ഞാനത് പറയൂല്ല. വീണ്ടും ശിഷ്യന്മാർ ചൊല്ലിക്കൊടുക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിർബന്ധിക്കാൻ പറ്റൂലല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പറ്റൂലല്ലോ, ഓർമ്മിപ്പിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വീണ്ടും ചൊല്ലിക്കൊടുക്കുന്നു. അപ്പോഴും ഉസ്താദ് പറയുന്നു ലാ അഖൂലുഹാ ഞാനത് പറയൂല. വീണ്ടും ചൊല്ലിക്കൊടുക്കുന്നു. അപ്പോഴും ലാ അഖൂലുഹാ. ആവർത്തിച്ച് ചൊല്ലിക്കൊടുക്കുന്നതിനനുസരിച്ച് മഹാനായ അബൂ ഹനീഫ തങ്ങൾ റളിയല്ലാഹു തആല അൻഹു ആവർത്തിച്ച് പറയുകയാണ് ലാ അഖൂലുഹാ. പടച്ച റബ്ബേ, എന്തൊരു ദുരന്തമാണിത്! ആരാണ് ഈ ലോകത്തോട് വിട പറയാനിരിക്കുന്നത്? ലോകം കണ്ട പണ്ഡിത പ്രതിഭയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രേമഭാജനമാണ്. ഒരുപാട് കറാമത്തുകളെ കൊണ്ട് ലോകത്ത് ഇതിഹാസം രചിച്ച മഹാനാണ്. പിശാചുക്കളുടെ പേടി സ്വപ്നമാണ് മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി. പിശാചുക്കളുടെ പേടി സ്വപ്നമായിരുന്നു അബൂ ഹനീഫ തങ്ങൾ. അബൂ ഹനീഫ തങ്ങളുടെ ആഖിബത്തിന്റെ രംഗമാണ് ഞാൻ ഈ പറയുന്നത്. ലാ അഖൂലുഹാ ഞാനത് പറയൂല. ശിഷ്യന്മാരിന്ന് കരയാൻ തുടങ്ങി. അവസാനം മഹാനായ അബൂ ഹനീഫ തങ്ങൾ കണ്ണു തുറന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ എനിക്ക് കലിമ ചൊല്ലി തരുമ്പോ ഞാൻ ലാ അഖൂലുഹാ എന്ന് പറഞ്ഞില്ലേ, അത് മക്കളെ നിങ്ങളോടല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എനിക്ക് കലിമ ചൊല്ലി തരുമ്പോ ഞാനാണ് റബ്ബ്, നിനക്ക് വെള്ളം വേണ്ടേ, വെള്ളം ഞാൻ തരാം, ഞാനാണ് റബ്ബെന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്നോട് ഇങ്ങനെ വന്നിട്ട് മന്ത്രിക്കുകയാണ്. ഞാൻ അവനോടാണ് പറഞ്ഞത് ലാ അഖൂലുഹാ ഞാനത് പറയൂല. നീയാണ് റബ്ബെന്ന് ഞാൻ പറയൂല, നീയാണ് ഇലാഹെന്ന് ഞാൻ സമ്മതിക്കൂല, നീയാണ് പടച്ചവൻ എന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കൂല, ഞാൻ അവനോടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂ ഹനീഫ തങ്ങൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ ആട്ടി ഓടിച്ചുകൊണ്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ലോകത്തോട് കൂടെ പറഞ്ഞില്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? എന്തിനാണ് ഞാൻ അബൂ ഹനീഫ തങ്ങളുടെ ആഖിബത്തിന്റെ രംഗം പറഞ്ഞത്? മഹാനായ അബൂ ഹനീഫ തങ്ങൾ പോലും വഫാത്തിന്റെ സമയത്ത് ഇബ്ലീസിന്റെ വസ്വാസ്, ഇബ്ലീസിന്റെ ശല്യത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സാധുക്കളായ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ്? പാപികളായ ദോഷികളായ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ്? അബൂ ഹനീഫ തങ്ങളെ പിശാചുക്കൾക്ക് പോലും പേടിയായിരുന്നു എന്നല്ലേ ചരിത്രം രേഖപ്പെടുത്തിയത്? മഹാനായ അബൂ ഹനീഫ തങ്ങൾ മദീന പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ മദീനയിൽ ഒരു പെണ്ണിന് പിശാചിന്റെ ബാധയുണ്ടായി. പൈശാചികമായ ബാധയുണ്ടായപ്പോ കുടുംബങ്ങൾ വന്നിട്ട് അബൂ ഹനീഫ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, കുടുംബത്തിൽ ഒരു പെൺകുട്ടിക്ക് പിശാചിന്റെ ബാധ, നിങ്ങളൊന്ന് വരണം. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, ഞാൻ ദർസ് നടത്തല്ലേ, എനിക്കൊഴിവില്ല, ഞാൻ ദർസ് നടത്തുകയല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, എന്റെ ചെരിപ്പുണ്ട് പള്ളിയുടെ പുറത്ത്, മസ്ജിദിന്റെ പുറത്ത് എന്റെ ചെരിപ്പുണ്ട്, ആ ചെരിപ്പ് കൊണ്ടുപോയിട്ട് പെണ്ണിന്റെ നേരെ പിടിച്ചിട്ട് പറഞ്ഞാ മതി, ഇതിന്റെ ഉടമസ്ഥൻ നിന്നോട് മര്യാദക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട്. കുടുംബങ്ങൾ വന്നിട്ട് അബൂ ഹനീഫ തങ്ങളുടെ ചെരിപ്പെടുത്ത് പെണ്ണിന്റെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, പിശാചിനോട് പറഞ്ഞു, ഇതിന്റെ സ്വാഹിബ് നിന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിശാച് ഇറങ്ങിപ്പോയി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അബൂ ഹനീഫ തങ്ങളെ ചെരിപ്പ് കണ്ടിട്ട് പേടിച്ചുപോയി. ആ അബൂ ഹനീഫ തങ്ങളാണ് വഫാത്തിന്റെ സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇബ്ലീസിന്റെ പരീക്ഷണം ഏറ്റുവാങ്ങിയതെങ്കിൽ സാധുക്കളായ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ്? അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടേണ്ടേ ഉമ്മമാരെ, നമുക്ക് രക്ഷപ്പെടേണ്ടേ സഹോദരിമാരെ, നമുക്ക് രക്ഷപ്പെടേണ്ടേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. അതിന് മജ്‌ലിസ് നൂറിലേക്ക് കടന്നു വരൂ. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും,
കൂസ് എന്ന് പറഞ്ഞാൽ പാനപാത്രം എന്നാണ്. ഇബ്ലീസ് കൂസിനെ കാട്ടിടും, ഇബ്ലീസ് പാനപാത്രം കാണിച്ചു തരും. ആ സമയത്ത് നേരം ലഈനവനാട്ടുവാൻ, ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിനെ ആട്ടിയൊടിക്കാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ഇങ്ങനെ ദുആ പടച്ചോൻ കേൾക്കോ? നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞില്ലേ, ആരെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ ദുആ ചെയ്യുന്നത്? മുഅ്മിനീങ്ങളെ, ആരെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്? മഹാന്മാരായ ബദരീങ്ങൾ, മഹാന്മാരായ ബദരീങ്ങൾ ചില്ലറക്കാരാണോ? അഫ്ളലുൻ നാസി മൻ ശഹീദ ബി ബദർ മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെന്നല്ല, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടരായ വിഭാഗമാരാണ്. അഫ്ളലുൻ നാസി മൻ ശഹീദ ബി ബദർ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 313 സ്വഹാബികളാണ്, ബദരീങ്ങളാണ് റളിയല്ലാഹു അൻഹും. അള്ളാഹുവിന് കോടിക്കണക്കിന് വരുന്ന മലക്കുകളുണ്ട്. എത്രയാണെന്ന് നമുക്കറിയില്ല. ലാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അവരുടെ എണ്ണം പടച്ച തമ്പുരാന് മാത്രമേ അറിയൂ. ആ മലക്കുകളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ മലക്കുകൾ ആരാന്നറിയോ? ബദർ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് മഹാന്മാരായ ബദരീങ്ങളെ സഹായിക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ ഇറക്കിയ ആയിരക്കണക്കിന് മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകൾക്കാണ് കോടിക്കണക്കിന് വരുന്ന മലക്കുകളിൽ ഉന്നതമായ സ്ഥാനമുള്ളത്. അഫ്ളലുൽ മലായികത്തി മൻ ശഹീദ ബി ബദർ. മലക്കുകളിൽ ഏറ്റവും ഉത്കൃഷ്ടർ ബദർ യുദ്ധത്തിലേക്ക് കടന്നു വന്ന ബദരീങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കടന്നു വന്ന ബദരീങ്ങളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ബദരീങ്ങളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. പിന്നെ എങ്ങനെ പടച്ച റബ്ബ് തട്ടിമാറ്റുക? ഇന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇഹിം. മഹാന്മാരായ ബദരീങ്ങളുടെ നാമം ഉച്ചരിച്ചുകൊണ്ടൊരു മജ്ലിസിൽ വെച്ച് ദുആ ചെയ്താൽ ഇന്ന ദുആ മുസ്തജാബുൻ, ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ടെന്ന് ഉലമാ പറഞ്ഞു. ഇജാബത്തുണ്ട്, അല്ലാഹു തട്ടിമാറ്റൂല. എന്റെ നഫഹാത്തു റബ്ബിൽ അർശി ഹഖന തഗ്ഫറു ഫീ മൗദിഇൻ അസ്മാഉ ബദരിൻ തുദ്കറു. അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്തും അവന്റെ വിശാലമായ നിഅമത്തും പെയ്തിറങ്ങുന്ന മജ്ലിസാണ് ബദരീങ്ങളെ പറയുന്ന മജ്ലിസ്. ബദരീങ്ങളുടെ വ്യക്തിത്വത്തിന് മാത്രമല്ല പ്രത്യേകത, ബദരീങ്ങളുടെ ഇസ്മുകൾക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പേര് പറയുന്നത്. അൽഹംദുലില്ലാ, മഹാനായ ഹൈദർലി തങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. മഹാനായ ഹൈദർലി തങ്ങൾ മജ്ലിസുൻ നൂറിന് ഇജാസത്ത് കൊടുക്കുന്നത് വരെ ഒറ്റയും തെറ്റയുമായി നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ബദരീങ്ങളുടെ സ്മരണ ഇറക്കാൻ വേണ്ടി നടന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമലേതായിരുന്നു? ബദർ മൗലിദായിരുന്നു. ബദർ മൗലിദ് ഓതുന്ന സമയത്ത് ഏതെങ്കിലും 1-2 ആലിമീങ്ങൾ ഉസ്താദുമാരിരുന്നു കൊണ്ട് ബദരീങ്ങളുടെ നാമം ഇങ്ങനെ ഉച്ചരിക്കും. മറ്റെല്ലാവരും തർളിയത്ത് ചൊല്ലും റളിയല്ലാഹു അൻഹും. ഞാൻ അതിനെ ചെറുതാക്കുകയല്ല. പക്ഷേ മജ്ലിസുൻ നൂർ ആഹ്വാനം ചെയ്തതോടുകൂടി അതാ ഓരോ മഹല്ലിലും ഓരോ മദ്രസ പരിധിയിലും 100 മുഅ്മിനീങ്ങൾ ഒന്നിച്ചിരുന്നു കൊണ്ട് 313 ബദരീങ്ങളുടെ പേരുച്ചരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഞാൻ മനസ്സിലാക്കുന്നത് മജ്ലിസുൻ നൂർ തുടങ്ങിയതിന് ശേഷമായിരിക്കാം നമ്മുടെ സമുദായത്തിലെ നല്ലൊരു ശതമാനം ആളുകളും 313 ബദരീങ്ങളുടെ പേര് ഉച്ചരിക്കാൻ തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേട്ടിട്ടുണ്ടാകും, പക്ഷേ മാസം തോറും ഇത് ഉച്ചരിക്കാനും പാരായണം ചെയ്യാനും തുടങ്ങിയത് മഹാനായ തങ്ങൾ ഇജാസത്ത് തന്നതിന് ശേഷമായിരിക്കാം. അതോടുകൂടി ഇന്നിപ്പോ എന്താ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ? വലിയ സന്തോഷമാണ്. ഒരു കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കള് ആട്ടുതൊട്ടിലിൽ ആട്ടിയിറക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മമാരുടെ നാവിൻ തുമ്പിൽ നിന്ന് നിർഗളിച്ചിരുന്നത് സിനിമാ പാട്ടുകളും ചീഞ്ഞളിഞ്ഞ മാപ്പിളപ്പാട്ടിന്റെ ഈരടികളുമാണെങ്കിൽ ഇന്ന് ഏത് വീടുകളിലും പ്രിയപ്പെട്ട പൊന്നുമക്കളെ ആട്ടിയിറക്കുന്ന സമയത്ത് പോലും ഉയർന്നു കേൾക്കുന്നത് മജ്ലിസുൻ നൂറിന്റെ ഈരടികളാ. നമുക്ക് രക്ഷപ്പെടാൻ ഇതേ മാർഗമുള്ളൂ. لا يصلح آخر هذه الأمة إلا
ബിമാ സുലുഹ ബിഹി അവ്വലുഹാ. നമ്മുടെ മുൻഗാമികൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? അതുകൊണ്ട് മാത്രമേ നമുക്കും രക്ഷപ്പെടാൻ സാധിക്കൂ. പുതിയ ഒരു ആയുധം നമ്മുടെ കയ്യിലില്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞു, ഭൗതികത എല്ലാവർക്കും മടുത്തുപോയി, എല്ലാവർക്കും മടുത്തുപോയി ഭൗതികത. ആത്മീയത തേടി നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ചെറുമോത്ത് ഉസ്താദല്ലേ ഇവിടെ മജ്‌ലിസിന് നേതൃത്വം നൽകാൻ വരുന്നത്. ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചെറുമോത്ത് സ്വലാത്തിലേക്ക് ആയിരങ്ങളാണ് കടന്നു വരുന്നത്. എന്തേ? ആത്മീയ ദാഹം തീർക്കാൻ. എവിടെയൊക്കെ സ്വലാത്ത് നടക്കുന്നുണ്ടോ, എവിടെയെല്ലാം മഹത്തുക്കളായ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ മജ്‌ലിസുകൾ നടക്കുന്നുണ്ടോ, അവിടെ ഒഴുകിയെത്തുന്നത് ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരാണ്. എന്തേ? എല്ലാവർക്കും ഭൗതികത മടുത്തുപോയി. എല്ലാവരും ആഗ്രഹിക്കുന്നത് ആത്മീയതയാണ്. ഡോക്ടർമാർക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി, എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ആധുനിക മെഡിക്കൽ സയൻസിന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് ആവർത്തിച്ച് ഓരോ ദിവസവും മെഡിക്കൽ സയൻസ് വിളിച്ചു പറയുകയാണ്. പുതിയ പുതിയ രോഗങ്ങൾക്ക് മുമ്പിൽ, പുതിയ പുതിയ വെല്ലുവിളികൾക്ക് മുമ്പിൽ ആധുനിക മോഡേൺ സയൻസ് പ്രിയപ്പെട്ട സഹോദര പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. ഇവിടെ രക്ഷപ്പെടാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച പരിഹാരം, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഡോക്ടർമാർ ദൈവങ്ങളല്ല, ഡോക്ടർമാർ ദൈവങ്ങളല്ല. അതുപോലെ ഹോസ്പിറ്റലുകൾ നമ്മളെ രക്ഷപ്പെടുത്തുന്ന ആത്യന്തികമായ കേന്ദ്രങ്ങളല്ല. നമുക്ക് രക്ഷപ്പെടാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ ദിക്ർ മതി, നമുക്ക് രക്ഷപ്പെടാൻ സ്വലാത്ത് മതി, നമുക്ക് രക്ഷപ്പെടാൻ ബദരീങ്ങൾ മതി, നമുക്ക് രക്ഷപ്പെടാൻ മഹബ്ബത്ത് മതി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് കൈമോശം വന്നതല്ലേ നമ്മുടെ പ്രശ്നം? അത് കൈമോശം വന്നില്ലേ നമുക്ക്? നമ്മൾ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്നതിന് പകരം, ബദരീങ്ങളെ സ്നേഹിക്കുന്നതിന് പകരം നമ്മൾ സിനിമാ നടന്മാരെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ? മഹാന്മാരായ ബദരീങ്ങളെ നെഞ്ചേറ്റുന്നതിന് പകരം കായിക താരങ്ങളെ നെഞ്ചേറ്റാൻ തുടങ്ങിയില്ലേ? അപ്പോഴല്ലേ നാട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്? അപ്പോഴല്ലേ മാരകമായ രോഗങ്ങൾ വന്നത്? ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി ബാധിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളല്ലേ മരിച്ചുകൊണ്ടിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ക്യാൻസർ സെന്ററുകളിൽ ബെഡ് മതിയാവാത്ത കാലഘട്ടമല്ലേ സംജാതമായിരിക്കുന്നത്? പടച്ച തമ്പുരാൻ നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഒരു മെഡിക്കൽ സയൻസിനും തടഞ്ഞു നിർത്താൻ കഴിയാത്ത വിധം മാരകമായ രോഗങ്ങൾ ലോകത്ത് സംഹാര താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു നമ്മുടെ പ്രപിതാക്കൾ കണ്ടെത്തിയ മാർഗം? പ്ലേഗും വസൂരിയും. സുബ്ഹാനല്ലാഹ്, ഒരു കാലത്ത് കൊടികുത്തി വാണപ്പോ നമ്മുടെ മഹത്തുക്കളായ മശായിഖന്മാർ, ആലിമീങ്ങൾ, നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാർ മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞു, നിങ്ങൾ മങ്കൂസ് ഓതിക്കോളൂ, നിങ്ങൾ മൗലിദ് ഓതിക്കോളൂ. പ്ലേഗും വസൂരിയും അതുപോലെയുള്ള മാരകമായ രോഗങ്ങളും മുസ്ലിം സമൂഹം അതിനെ പ്രതിരോധിച്ചത് മദ്ഹുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയായിരുന്നു. അത് കൈമോശം വന്നില്ലേ? അതൊക്കെ നമ്മൾ പിണ്ടം വെച്ച് പടിയടച്ച് അതിന് പകരം നമ്മുടെ വീടുകളൊക്കെ സിനിമാശാലകളാക്കി മാറ്റി. നമ്മുടെ വീടുകളിൽ 24 മണിക്കൂറും പാട്ടും കൂത്തും സംഗീതവും സിനിമാറ്റിക് ഡാൻസുകളും സിനിമയും സീരിയലും കൊടികുത്തി വാഴാൻ തുടങ്ങിയപ്പോ പടച്ചതമ്പുരാൻ നമ്മളെ പാഠം പഠിപ്പിക്കാൻ തുടങ്ങി. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ലോകത്ത് ഫസാദുകൾ വെളിവാകാൻ തുടങ്ങിയത്, കടലിലും കരയിലും നാശങ്ങൾ വെളിപ്പെടാൻ തുടങ്ങിയത്, അതിനാരെയും കുറ്റം പറയേണ്ടതില്ല. ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യന്മാരുടെ ചെയ്തികൾ കാരണം കൊണ്ട് മാത്രമാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമുക്കിനി രക്ഷപ്പെടാൻ ഈ ആത്മീയമായ മാർഗങ്ങളല്ലാതെ വേറെ മാർഗങ്ങളില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ആത്മീയതയിലേക്ക് മടങ്ങി വരിക. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാണ്, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക. സ്നേഹിക്കുന്നത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ സ്നേഹം അതിരുവിടരുത്, നമ്മുടെ സ്നേഹം വഴിമാറി സഞ്ചരിക്കരുത്. അള്ളാഹു ഈ ദുനിയാവിൽ ഇഷ്ടപ്പെട്ടവരാണ്, സ്നേഹിച്ചവരാണ് മഹാന്മാരായ ബദരീങ്ങൾ. എന്താ പറഞ്ഞത്? യഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഇഷ്ടം പോലെ എന്നെ ജീവിച്ചോളൂ എന്നാ. അങ്ങനെ ഒരു സമുദായത്തോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സമൂഹത്തോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബദരീങ്ങളോട് മാത്രമാണ്.
അത് വല്ലാത്തൊരു വർത്താനല്ലേ പറഞ്ഞത്. യഅ്മലൂ മാ ശിഅ്തും, ഇനി നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോളൂ, ഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ടെന്ന് പടച്ചതമ്പുരാൻ. അവർ സ്വർഗാവകാശികളാ. മജ്ലിസുൻ നൂറിന്റെ സദസ്സിൽ 313 ബദരീങ്ങളെ പേര് ചൊല്ലുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഞാൻ ഈ പറയുന്ന ഓരോരുത്തരും സ്വർഗാവകാശികളാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് സ്വർഗാവകാശിയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വർഗ്ഗത്തിന്റെ നായകനാണ്, സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടകനാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗാവകാശിയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗാവകാശിയാണ്. ഇങ്ങനെ 313 ബദരീങ്ങളുടെ പേരും ഉച്ചരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഇവർ ഓരോരുത്തരും സ്വർഗാവകാശി. അവരുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ നാവൊക്കെ ശുദ്ധമാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനേ, ഒരുപാട് മോശപ്പെട്ടവരുടെ പേര് നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞില്ലേ? ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും അറിയുന്നതും നമ്മുടെ നാവ് കൊണ്ട് പറയുന്നതും മോശപ്പെട്ടവരുടെ നാമങ്ങളാണ് അല്ലേ? കൊലയാളികളുടെ നാമങ്ങൾ, അതുപോലെ തന്നെ കള്ളന്മാരുടെ നാമങ്ങൾ, അഴിമതി നടത്തിയവരുടെ നാമങ്ങൾ, ഒരുപാട് ബലാത്സംഗം നടത്തിയവരുടെ നാമങ്ങൾ, തട്ടിക്കൊണ്ടുപോയവരുടെ നാമങ്ങൾ, അങ്ങനെ മോശപ്പെട്ട എത്രയോ ആളുകളുടെ പേരുച്ചരിച്ചുകൊണ്ട് നമ്മുടെ നാവ് മലിനമായി പോയില്ലേ? ഒരു മനുഷ്യന് നന്നാവാനുള്ള മാർഗം നല്ലവരെ പറയലാണ്, നല്ലതിനെ ചിന്തിക്കലാണ്, നല്ലവരെ ആലോചിക്കലാണ്, നല്ലവരെ പറ്റി പറയലാണ്, നല്ലവരെ നാവ് കൊണ്ട് ഉച്ചരിക്കലാണ്. മഹാന്മാരായ ബദരീങ്ങളെ നമ്മൾ ഉച്ചരിക്കുമ്പോ അവർ സ്വർഗാവകാശികളാണെന്ന ബോധത്തോടെ ഉച്ചരിക്കണം. അവിടെ ബർക്കത്തുണ്ട്. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയാണ്, ചെറിയ മക്കളെ എല്ലാവരെയും ഈ മജ്ലിസിലേക്ക് കൊണ്ടുവരണം. ഓരോ മാസം ഇവിടെ മജ്ലിസുൻ നൂർ നടക്കുമ്പോൾ ഇതൊരു സ്പിരിച്വൽ ഹോസ്പിറ്റലാണ്. ഞാൻ തുറന്നു പറയുന്നു, മജ്ലിസുൻ നൂറിന്റെ സദസ്സ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലുകളിൽ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഹോസ്പിറ്റലുകളിൽ കാണാൻ കഴിയാത്ത അത്ഭുതം മജ്ലിസുൻ നൂർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ നമുക്ക് കാണാൻ സാധിക്കും. മജ്ലിസുൻ നൂറിന്റെ സംസ്ഥാന അമീർ മഹാനായ മുഹമ്മദ് കോയ ജമലുൽ തങ്ങളാണ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളും ഈ വിനീതനും കുറ്റ്യാടിക്കടുത്ത് തൊട്ടിൽപ്പാലത്തൊരു മസ്ജിദിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. തങ്ങളായിരുന്നു മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത്. തങ്ങൾ ആ മഹത്തായ മസ്ജിദിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നത് കാസർഗോഡ് നിന്നാണ്. തന്റെ പ്രഭാഷണത്തിൽ ഞാൻ ഇന്നും ഓർക്കുകയാണ്, തന്റെ പ്രഭാഷണത്തിൽ മഹാനായ തങ്ങൾ പറഞ്ഞു, ഞാൻ വരുന്നത് കാസർഗോഡിലെ തൃക്കരിപ്പൂരിൽ നിന്നാണ്. അവിടെ ഒരു മഹലിൽ ചെന്നപ്പോ ആ മഹല്ലത്തിലെ ഉത്തരവാദിത്തപ്പെട്ട 3 ആളുകൾ, മഹലിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, 3 പേരും വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, അത്ര തങ്ങളെ, ഞങ്ങളുടെ നാട്ടില് ഓരോ മാസവും മജ്ലിസുൻ നൂർ നടക്കാറുണ്ട്. കഴിഞ്ഞ മാസം മജ്ലിസുൻ നൂർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം പകുതിയായിട്ടുണ്ടാകും. അപ്പോഴുണ്ട് സ്ത്രീകളുടെ ഭാഗത്തു നിന്നൊരു ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും മജ്ലിസുൻ നൂർ നിർത്തി നോക്കിയപ്പോ ഒരു പെണ്ണിന്റെ ശബ്ദമാണ്. എന്താ പെണ്ണ് പറയുന്നത്? ഈ പെണ്ണിങ്ങനെ വിളിച്ചു പറയാണ്, എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടി, എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടി. മഹാനായ മുഹമ്മദ് കോയ ജമീൽ തങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ വിളിച്ചു നോക്കൂ. തങ്ങൾ പറയുന്നത് ഇവന് നേരിട്ട് കേട്ടതാണ്. എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടി, എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടി എന്നൊരു സഹോദരി വിളിച്ചു പറയുന്നു. ഈ സഹോദരി മജ്ലിസുൻ നൂർ ഓതാൻ കഴിയില്ലല്ലോ, കാഴ്ചയില്ലല്ലോ. പക്ഷേ മജ്ലിസുൻ നൂറിന്റെ മഹത്വം കേട്ടിട്ട് ഒന്ന് ദുആ ചെയ്യാം, ആ മജ്ലിസിൽ ഒന്ന് പങ്കെടുക്കാം എന്ന് വിചാരിച്ചിട്ട് കടന്നു വന്നതാണ്. അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ആ സഹോദരിയുടെ ഈമാൻ കൊണ്ടായിരിക്കാം, ആ സഹോദരിയുടെ യഖീൻ കൊണ്ടായിരിക്കാം, മനസ്സിന്റെ ദൃഢത കൊണ്ടായിരിക്കാം, അള്ളാഹു ഉടനടി മറുപടി കൊടുക്കുകയാണ്. കണ്ണ് കാണാതെ മജ്ലിസുൻ നൂറിന് കടന്നു വന്ന സഹോദരി നല്ല പൂർണ്ണ കാഴ്ചയുള്ള കണ്ണോടുകൂടി മജ്ലിസുൻ നൂറിന്റെ സദസ്സിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ ഇത് സ്പിരിച്വൽ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞത്. മജ്ലിസുൻ നൂറിന്റെ സംസ്ഥാന സംഗമം നടക്കാറുണ്ട് പട്ടിക്കാട് ജാമിഅ നൂരി അറബി കോളേജിൽ ഓരോ വർഷവും. പട്ടിക്കാട് ജാമിഅ നൂരി അറബി കോളേജിന്റെ സനദ്ദാന വാർഷിക മഹാസമ്മേളനം നടക്കുമ്പോ അതിൽ ഒരു ദിവസം മജ്ലിസുൻ നൂറിന്റെ സംസ്ഥാനതല സംഗമം നടക്കാറുണ്ട്. 2 വർഷം മുമ്പ് ഞാൻ ഓർക്കുന്നു, ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി പൂക്കോട്ടൂർ ഉദ്ബോധന പ്രസംഗം നടത്തിയപ്പോ പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, ഗൂഡല്ലൂരിലെ ഒരു പ്രിയപ്പെട്ട സഹോദരി
സംസാരശേഷിയില്ലാത്തൊരു സഹോദരി മജ്‌ലിസിനോട് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കിന് സംസാരശേഷി തിരിച്ചു കിട്ടിയ സംഭവം മഹാനായ ഹസൻ സഖാഫി പൂക്കോട്ടൂർ ഉത്ബോധന പ്രസംഗത്തിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞു. ഞാനിത് പറയുന്നത് ആത്യന്തികമായ ലക്ഷ്യം ആഖിബത്ത് നന്നാവലാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആത്യന്തികമായ ലക്ഷ്യം ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ മുസ്ലിമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ചൊല്ലിക്കൊണ്ട് വിട പറയലാണ്. പിന്നെ ദുന്യവിയായ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചു കിട്ടണം. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് രോഗങ്ങൾ നമുക്കുണ്ട്. ആ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഇത്തരം ആത്മീയ സദസ്സുകൾ. ഡോക്ടർമാർക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അവസാനം എല്ലാ ചികിത്സയും കഴിഞ്ഞ് എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് അവസാനം ഡോക്ടർ പറയുന്നൊരു വർത്താനുണ്ട്, ഇനി നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ എന്ന്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവസാനമല്ല ദൈവത്തോട് പറയേണ്ടത്, ആദ്യം മുതലേ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനായി ശിഫയാക്കണം യാ റബ്ബനാ. സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനായി ശിഫയാക്കണം യാ റബ്ബനാ. എല്ലാ രോഗികളും വരട്ടെ മജ്‌ലിസുന്നൂറിലേക്ക്. നടക്കാൻ കഴിയാത്ത രോഗികൾ വീൽ ചെയറിൽ കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി എല്ലാ രോഗികളും വന്നിരിക്കട്ടെ. കാരണം രോഗികളുടെ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ അല്ലേ? യാത്രക്കാരന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു രോഗിയെ നമ്മൾ സന്ദർശിക്കാൻ ചെന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു പതിവുണ്ട്, നമ്മൾ ആ മൂപ്പർക്ക് വേണ്ടി തീർന്നു കൊടുക്കും. എന്നാൽ നമ്മൾ രോഗിക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുന്നത് പോലെ തിരിച്ചു പോരുമ്പോ രോഗിയോട് പറയണം, എനിക്ക് വേണ്ടി തീർക്കണേ. എന്റെ രോഗിയുടെ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലേ? അപ്പൊ രോഗികൾ വരട്ടെ, രോഗികൾ മജ്‌ലിസിൽ വന്നിരിക്കട്ടെ, അവർ ആമീൻ പറയട്ടെ. ചെറിയ കുഞ്ഞുമക്കൾ വരട്ടെ, ഒരു പാപക്കറയും പുരളാത്ത ചെറിയ കുഞ്ഞുമക്കൾ വന്നിരിക്കട്ടെ. നാട്ടിലെ അച്ചടക്കത്തോടുകൂടി ജീവിക്കുന്ന വീട്ടിൽ ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് മക്കളെ പരിപാലിച്ചുകൊണ്ട് ഭക്ഷണമുണ്ടാക്കി വീട് ശുദ്ധിയാക്കി കൃത്യമായി നിസ്കരിച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിയിട്ട് 24 മണിക്കൂറും തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ട് ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരില്ലേ, നല്ല ശുദ്ധരായ നമ്മുടെ ഉമ്മാമമാർ, അവർ വരട്ടെ മജ്‌ലിസിലേക്ക്. എന്നിട്ടെല്ലാവർക്കും കൂട്ടമായിരുന്നു കൊണ്ട് ദുആ ചെയ്യുമ്പോ എങ്ങനെയാണ് പടച്ചറബ് നമ്മുടെ കൈകളെ തട്ടിമാറ്റുക? അതുകൊണ്ടാണ് മജ്‌ലിസുന്നൂറിന്റെ എത്രയോ സദസ്സുകളിൽ അത്ഭുതകരമായ വാർത്തകൾ നൂറുകണക്കിന് പറയാനുണ്ട്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അത് നിങ്ങൾ അനുഭവിച്ചറിയുകയാണ് വേണ്ടത്, പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഉദാഹരണത്തിന് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇനി ബാക്കി നിങ്ങൾ അനുഭവിച്ചറിയുക. നിങ്ങൾ ഓരോ മജ്‌ലിസുന്നൂറിലേക്കും വളരെ ആവേശത്തോടുകൂടി കടന്നു വരിക, വളരെ ഇഖ്ലാസോടുകൂടി യഖീനോടുകൂടി ദൃഢമായ വിശ്വാസത്തോടുകൂടി കടന്നു വരിക. എന്നിട്ട് മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക. പിന്നെയോ ഒരുപാട് മുസീബത്തുകൾ, ഓരോ ദിവസവും മുസീബത്തുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇന്നലെയുമൊക്കെയായി നമ്മളെ വല്ലാതെ നടുക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രാവിലെ എഴുന്നേറ്റത് അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് റിയാസ് മുസ്ലിയാർ ഇന്ന് ഖബറിന്റെ ശൂന്യതയിൽ കിടക്കുകയാണ്. അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ, അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ, അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയെ, അവിടുത്തെ പൊന്നുമോ, അവിടുത്തെ പ്രിയപ്പെട്ട സന്തതിയെ അല്ലാഹു ഏറ്റെടുക്കുമാറാവട്ടെ. സ്വർഗ്ഗത്തിൽ പറന്നുല്ലസിക്കുന്ന ശുഹദാക്കളുടെ മർത്തബയിലേക്ക് അല്ലാഹു ആ സഹോദരനെ ഉയർത്തി കൊടുക്കട്ടെ. നമുക്ക് അത്രയല്ലേ ചെയ്യാൻ കഴിയൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ ദിവസവും അശാന്തമായ അന്തരീക്ഷം, ഓരോ ദിവസവും അശുഭകരമായ വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ രാവിലെ ഉറക്കം തെളിയുന്നത്. നമുക്കൊറ്റ രക്ഷയേ ഉള്ളൂ, പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ. എന്തെല്ലാം ബലാലുകളുണ്ടോ, എന്തെല്ലാം മുസീബത്തുകളുണ്ടോ, എന്തെല്ലാം പരീക്ഷണങ്ങളുണ്ടോ, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അപകടങ്ങൾ നിറഞ്ഞ ലോകം, അപകട മരണങ്ങൾ നിറഞ്ഞ ലോകം. സുബ്ഹാനല്ലാഹ്, എത്രയോ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ വായിച്ചറിയുകയാണ്.
ഇതുപോലെ അപകടങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും ലോകം അശാന്തിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പടച്ച റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് അങ്ങ് ദുആ ചെയ്യുക. 313 ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ട് അള്ളാഹുവിനോടങ്ങ് ദുആ ചെയ്യുക. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി അങ്ങ് ദുആ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അള്ളാഹുവിന്റെ സഹായം പെയ്തിറങ്ങും. കാരണം അള്ളാഹു ആരെയാണോ സ്നേഹിച്ചത് അവരെ സ്നേഹിച്ചാലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഉറപ്പാണ്. നമുക്ക് രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന്, അള്ളാഹുവിനെ സ്നേഹിക്കുക. രണ്ട്, അള്ളാഹു ആരൊക്കെയാണോ സ്നേഹിച്ചത് അവരെ സ്നേഹിക്കുക. ഹബീബായ നബി തങ്ങൾ എന്തിനാ നമ്മൾ സ്നേഹിക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മൾ ഹബീബിനെ സ്നേഹിക്കുന്നു. ഹബീബിനെ സ്നേഹിക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞു. മഹാന്മാരായ ബദരികൾ എന്തിനാ സ്നേഹിക്കുന്നത്? അള്ളാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ജീവാർപ്പണം നടത്തിയവരാണ് മഹത്തുക്കളായ ബദരീങ്ങൾ. അതുകൊണ്ട് അവരെ നമ്മൾ സ്നേഹിക്കുമ്പോ അള്ളാഹുവിന്റെ മഹബ്ബത്തും അള്ളാഹുവിന്റെ ആദരവും അള്ളാഹുവിന്റെ അംഗീകാരവും നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുള്ളൂ. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ഞാൻ പറയാണ്, അത്യന്താധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇന്ന് വഴിപഴച്ചു പോവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ, അതിനൊക്കെ നമ്മൾ നിയന്ത്രിക്കുക. നമ്മുടെ കയ്യിലുള്ള ഓരോരുത്തരുടെയും കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കുക. നമ്മുടെ വീട്ടിലുള്ള ടി വി ഇല്ലേ, നിങ്ങൾ എന്റെ എത്ര പഴഞ്ചനാണെന്ന് പറഞ്ഞാലും ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ചെറ്റക്കുടിൽ സമാധാനത്തോടുകൂടി കടന്നുറങ്ങിയവരാ. എന്തേ? അവരുടെ വീട്ടിൽ പൈശാചികതയില്ലായിരുന്നു, അവരുടെ വീട്ടിൽ മ്യൂസിക് ഇല്ലായിരുന്നു, അവരുടെ വീട്ടിൽ സിനിമ ഇല്ലായിരുന്നു, അവരുടെ വീട്ടിൽ ഔറത്ത് കാണിച്ചുകൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടുന്ന പെൺകുട്ടികളില്ലായിരുന്നു സ്ക്രീനിലൂടെ. എന്നാൽ വലിയ വലിയ അമ്പരചുംബികളായ പ്രൗഢമായ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ടുണ്ടാക്കിയ രമ്യഹർമ്മങ്ങളിൽ താമസിക്കുന്ന നമുക്ക് ഇന്ന് സമാധാനമില്ല, സ്വസ്ഥതയില്ല, സന്തോഷമില്ല, ഐക്യമില്ല. എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. നമ്മുടെ പ്രപിതാക്കളുടെ ആത്മീയതയിലേക്ക് മടങ്ങലല്ലാതെ നമുക്ക് രക്ഷയില്ല. അവർക്ക് വീട്ടിൽ സമാധാനമുണ്ടായിരുന്നു. എന്തേ? മഗ്രിബിന് ശേഷം ചുരുങ്ങിയത് ഒരു യാസീനെങ്കിലും ഓതാതെ അവർ കിടന്നുറങ്ങിയിരുന്നില്ല. എല്ലാ വീട്ടിലും ഏത് ചെറ്റക്കുടിലും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ യാസീനിന്റെ മനോഹരമായ മദ്രധ്വനികൾ അലേപിക്കുമായിരുന്നു. ഇന്ന് അതിന്റെ സ്ഥാനത്ത് നമ്മുടെ വീടുകളിൽ എന്റെ പ്രിയപ്പെട്ടവരെ മുഴങ്ങി കേൾക്കുന്നത് സിനിമയും സീരിയലും പാട്ടുകളും സംഗീതങ്ങളുമാണ്. ആരെയാ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? ആരെയാ നമ്മൾ പഴിക്കേണ്ടത്? എന്തിന്റെ പിന്നാലെയാണ് നമ്മൾ പോവേണ്ടത്? ഈ അടുത്ത കാലം വരെ ഓരോ ടൗണുകളിലും ഒന്നോ രണ്ടോ സിനിമ ടാക്കീസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നതാ ഓരോ വീട്ടിലും സിനിമ ടാക്കീസുകളാണ്, ഓരോ വീടുകളും സിനിമാശാലകളാണ്. അങ്ങനെ പൈശാചികമായ ശല്യങ്ങൾ നമ്മുടെ വീടുകളിൽ വ്യാപകമായി, ശാരീരികമായ അസുഖങ്ങൾ നമ്മുടെ വീടുകളിൽ വ്യാപകമായി. അതോടെ നമ്മുടെ ജീവിതത്തിന്റെ ബറക്കത്ത് തന്നെ നഷ്ടപ്പെട്ടു പോയില്ലേ? അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ അത്താണിയാണ് ഇത്തരം ആത്മീയമായ സംഗമങ്ങൾ. പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നമ്മൾ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ അഭിനന്ദനായ ഉസ്താദ് ശൈഖുനാ ചെറുമോത്ത് ഉസ്താദ് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി ഈ മഹത്തായ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരുപാട് കാലം ആ തണൽ ഒരുപാട് കാലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ സദസ്സിൽ വേദിയിൽ എത്തിക്കഴിഞ്ഞു. പെർമിഷന്റെ പ്രശ്നമുണ്ട്.
SSLCയുടെ ടൈമാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ പരിപാടി പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് പ്രസംഗിച്ച് നിങ്ങളെ മുഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖൽബിനെ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള നസീഹത്തും അതുപോലെ തന്നെ പ്രാർത്ഥനയും കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളെ അനുഗ്രഹിക്കും. ഞാൻ പറഞ്ഞു വന്നത്, മജ്ലിസുന്നൂർ എന്ന് പറയുന്ന ആത്മീയമായ സംഗമത്തിന് ഇവിടെ നാന്ദി കുറിക്കപ്പെടുമ്പോൾ ഇനി ഓരോ മാസവും നടക്കുന്ന ഈ മഹത്തായ പരിപാടിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും ബഹുമാനപ്പെട്ട തങ്ങൾ നിർദ്ദേശിച്ചതുപോലെ തന്നെ അതിൻ്റെ രൂപവും അതിൻ്റെ ഭാവവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരും നമ്മുടെ സയ്യിദന്മാരും നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരു മാറ്റം വരുത്താതെ എങ്ങനെയാണോ തങ്ങൾ നമുക്ക് ഇജാസത്ത് തന്നത്, തുടക്കത്തിൽ ഒരു 7 ഫാത്തിഹ ഉണ്ടാകും, ഒരു 3 ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതിയിട്ട് ഒരു ചെറിയ ദുആ നടക്കും, അതിനുശേഷം മജ്ലിസുന്നൂർ നടക്കും, അതിനുശേഷം യാസീൻ ഓതിയിട്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതിയിട്ട് ദുആഉം നടക്കും, ഒരു നസീഹത്തും ഉണ്ടാകും. ഇതാണ് മജ്ലിസുന്നൂറിന്റെ ശൈലി. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇനി അതാത് അവസരങ്ങളിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ നിങ്ങളോട് അത് ഉണർത്തും. ഇന്ന് മുതൽ നമ്മുടെ നാട്ടിന്റെ ഒരു ആത്മീയ അവലംബമായി മജ്ലിസുന്നൂർ മാറണം. അതിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.